ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ, ഒരു പൊട്ടിത്തകരലും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലേ. പക്ഷേ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് ഈ പറയുന്ന പോലുള്ള സെൽ ഓഫ് ഉണ്ടായില്ല. മാർക്കറ്റ് രാവിലെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ താഴോട്ട് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് താഴോട്ടൊന്ന് വന്നതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അല്ലേ. റിവേഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു മാർക്കറ്റ്. 13,000 ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാത്ത രീതി നമ്മൾ പറഞ്ഞായിരുന്നു. 13,000 കട്ട സപ്പോർട്ടാണ്, ഈ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത് അല്ലേ. 13,000 നമുക്ക് കട്ട സപ്പോർട്ടായിരിക്കും. 13,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ മൂവ്മെൻറ്റ്സ് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ആവർത്തിച്ച് നമ്മളുടെ പിന്നെ വീക്കിലി അനാലിസിലും പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് 13,000 നമുക്ക് കട്ട സപ്പോർട്ടായിരിക്കും. 13,000 പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 12,945 ആണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തപ്പം ആ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്ന് നമ്മളൊരു പി എടുത്തായിരുന്നു. ചെറിയ ട്രേഡ് എടുത്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇല്ലേ, നഷ്ടമില്ലാതെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളൊരു സീറോ കോൾ എടുത്തു. അത്യാവശ്യം ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടി, നഷ്ടമില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റി. പിന്നെ അതിന് ശേഷം നമുക്ക് മാർക്കറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ ലാസ്റ്റ് 30 മിനിറ്റ്സിലൊരു റിവേഴ്സൽ മൊമെൻറ്റം കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഒരു നാളത്തേക്ക് ഒരു കോൾ ഓവർനൈറ്റ് ഹോൾഡിങ് എടുത്തായിരുന്നു. അപ്പോൾ നാളെ അതിനെന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പം നാളെ എൻ്റെ ഒരു നിഗമനപ്രകാരം നാളെ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യത. പക്ഷെങ്കിൽ മാർക്കറ്റിൽ വേറെ പല അൺസർട്ടനിറ്റികളും ഉണ്ട്. ഓക്കെ, എംബോക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എങ്കിൽ തന്നെയും ഞാൻ നാളെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മിഡ് ക്യാപ്പ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് തരും എന്നാണ് എൻ്റെ ഒരു ശുഭ പ്രതീക്ഷ. ഒരു പക്ഷേ തെറ്റായിരിക്കാം. എല്ലാവരുടെയും നിഗമനങ്ങളൊന്നും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു പോയതിനല്ലോ. എനിവേ, എന്നാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ സിനാരിയോ വെച്ചും നിലവിലെ ഫ്യൂച്ചർ നിലവിൽ US മാർക്കറ്റ് ഓപ്പണായി. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം US മാർക്കറ്റ് ഓപ്പണായി ഏകദേശം ഒരു 350 പോയിൻറ്റ് പോസിറ്റീവിലാണ് മാർക്കറ്റ് ഇപ്പം റൺ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നോക്കിക്കോട്ടെ ഒരു മിനിറ്റ്. 388 പോയിൻറ്റ് അപ്പിലാണ് ഇപ്പം ഡൗ ജോൺസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്കും ഏകദേശം 176 പോയിൻറ്റ് അപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം, ഈ മൊമെൻറ്റം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റിയും ഗിഫ്റ്റ് നിഫ്റ്റിയും 25,000 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ട് ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് നിലവിൽ കാണുന്നത്. രാത്രിയിൽ എന്ത് സംഭവിക്കാം അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിവേ, നാളത്തെ കാര്യം നാളെ രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷമേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ, ഞാനൊരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കൺസോൾട്ടേഷൻ ഈ റേഞ്ചിനകത്ത് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കോൾ നമുക്ക് നോക്കാം. അല്ല, മാർക്കറ്റ് ഇതിനും മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ ലൈനിൽ ഇവിടെയാണ്, ഈ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഒന്നുകിൽ മാർക്കറ്റ് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരാനോ അല്ല ഇത് ബ്രേക്ക് ചെയ്യാനോ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് നേരെ താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് നേരിട്ട് തിരിച്ചു കയറാനുള്ള സംവിധാനം നോക്കണം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള നോക്കണം. അത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അന്നേരത്തെ സിനാരിയോ നോക്കി മാത്രമേ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ നിലവിലെ സിനാരിയോ ഇതാണ്. ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരച്ചിട്ടേക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യുവാണെന്ന് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു കോൾ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് തിരിച്ച് പോകാൻ നോക്കുക. ഓക്കെ, ഈ 3 സിനാരിയോയിലാണ് നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ മേലോട്ട് പോകും. അല്ല, ഇനി ഇതിവിടെ ഓപ്പൺ ചെയ്ത ശേഷം ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ പരിഗണിക്കാം. അല്ല, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാനോ അല്ല ഇങ്ങോട്ട് വരാനോ നോക്കി നിന്നിട്ട് മാത്രം നമ്മളൊരു ട്രേഡ് എടുക്കുക. നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. മാർക്കറ്റിൽ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുക. അപ്പോൾ ഇത്രയാണ് നാളെ നമുക്ക് പറയാനുള്ളത്. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം
മുകളിലോട്ടോ നാളോട്ടോ ഞാൻ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 150 പോയിൻ്റെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാവൽ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 150 മേളിൽ പോയാലും അതിശയിക്കാനില്ല. എനിവേ ഇതെല്ലാം നാളെ രാവിലെ തെളിയേണ്ട കാര്യങ്ങളാണ്. അപ്പം നാളത്തേക്കുള്ള ലെവലുകളാണ്. നിങ്ങളുടെ ചാർട്ടിനകത്തിൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ച ശേഷം ഓരോ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുമ്പം ആ ഏരിയയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയുമാണ്. നാളെ അപ്പം നിങ്ങൾ ഇത് കാണുന്നവർ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിത് കാണുവാനും മറ്റുള്ളവർക്ക് എത്തിക്കുവാനും നിങ്ങൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനൊരു സപ്പോർട്ട് എനിക്ക് വേണ്ടി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.